പശ്ചിമേഷ്യ അശാന്തമാക്കി തുടർന്നു വരുന്ന ഇറാൻ ഇസ്രായേൽ സംഘർഷം എങ്ങനെ അവസാനിപ്പിക്കുമെന്നാണ് ലോകം കാത്തിരിക്കുന്നത്. അതിനുള്ള വാതിലുകൾ തുറന്നിടുകയാണ്. നയതന്ത്ര ചർച്ചാ സാധ്യതകൾക്കിടെ ഇറാനിലും ഇസ്രായേലും ആക്രമണം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 2 ആഴ്ച സമയം ഡൊണാൾഡ് ട്രംപ് അനുവദിച്ചത് ഇറാന് ചർച്ചയ്ക്കുള്ള സാധ്യത ഒരുക്കാനാണെന്ന് US വിദേശകാര്യ സെക്രട്ടറി പറഞ്ഞു. ഇന്ന് യൂറോപ്യൻ യൂണിയൻ വിദേശകാര്യ മന്ത്രിമാരുമായി ഇറാൻ സുപ്രധാനമായ ചർച്ച നടത്തും. ചർച്ചയിൽ ഇറാന്റെ നിലപാടിനനുസരിച്ച് US തീരുമാനമെടുക്കുമെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു. ഇന്നു മുതൽ 3 ദിവസം തുടർച്ചയായി ഇന്റലിജൻസ് വിഭാഗം ഇറാനിലെ സാഹചര്യം ട്രംപിന് വിശദീകരിക്കും. ചെങ്കടലിൽ നിന്ന് ഇറാൻ അയച്ച 3 ഡ്രോണുകൾ തകർത്തതായി ഇസ്രായേൽ അവകാശപ്പെട്ടു. സുരക്ഷിത കേന്ദ്രങ്ങളിൽ തുടരാൻ ജനങ്ങൾക്ക് നിർദ്ദേശം നൽകി. ദുബൈയിൽ നിന്ന് MCA നാസർ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. നാസർ, എന്തായാലും വളരെ സുപ്രധാനമായ ചർച്ച ഇന്ന് യൂറോപ്യൻ യൂണിയനുമായി നടക്കുന്നു. പക്ഷേ അതിൽ യുറേനിയം സമ്പുഷ്ടീകരണം എന്നൊരൊറ്റ കാര്യത്തിലൂന്നി ചർച്ച മുന്നോട്ട് പോകുമ്പോൾ എത്ര കണ്ട് ഇറാൻ വഴങ്ങാനുള്ള സാധ്യതയുണ്ട് എന്ന് ലോകത്തിന് ആശങ്കയുണ്ടല്ലേ? ജസ്റ്റ് തീർച്ചയായിട്ടും, കാരണം ഒരൊറ്റ അജണ്ട മാത്രമാണ് യൂറോപ്യൻ രാജ്യങ്ങളും അതോടൊപ്പം തന്നെ അമേരിക്കയും ഇസ്രായേലും ഒക്കെ മുന്നോട്ട് വെക്കുന്നത്. അത് ആണവ പദ്ധതിയിൽ നിന്ന് ഇറാൻ പൂർണ്ണമായിട്ട് പിൻവാങ്ങണം. ഇതല്ല എങ്കിൽ ഏറ്റവും ശക്തമായിട്ടുള്ള സൈനിക നടപടിക്ക് തയ്യാറാകണമെന്ന പരോക്ഷമായിട്ടുള്ള ഒരു മുന്നറിയിപ്പാണ് ട്രംപ് ഭരണകൂടം ഏറ്റവും അവസാനം മുന്നോട്ട് വെച്ചത്. അത് ഔദ്യോഗികമായിട്ട് ഇന്ന് വിയന്നയിൽ നടക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളുടെ പ്രധാനപ്പെട്ട ഫ്രാൻസ്, ജർമ്മനി, ബ്രിട്ടൻ എന്നീ രാജ്യങ്ങൾ വിളിച്ചു ചേർത്തിരിക്കുന്ന ഈ യോഗത്തിൽ അതിൽ യൂറോപ്പിലെ മിക്ക രാജ്യങ്ങളിലെയും വിദേശകാര്യ മന്ത്രിമാർ പങ്കെടുക്കുന്നുണ്ട്. അവർ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചിക്ക് മുമ്പാകെ ഈ നിർദ്ദേശമായിരിക്കും സമർപ്പിക്കുന്നത്. കാരണം നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ ഈ ആണവ പദ്ധതിയുമായിട്ട് ഇറാൻ മുന്നോട്ട് പോകുന്നത് മേഖലയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണ്. ഇറാൻ ആണവായുധം വികസിപ്പിക്കാനുള്ള വലിയ സാധ്യത ഞങ്ങൾ കാണുന്നുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ആണവോർജ്ജ പദ്ധതികൾക്ക് തൽക്കാലം മൊറട്ടോറിയം പ്രഖ്യാപിക്കണമെന്ന ഒരു നിർദ്ദേശമായിരിക്കും ഈ വൻശക്തി രാജ്യങ്ങൾ മുന്നോട്ട് വെക്കുക. പക്ഷേ നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ ഇത്തരമൊരു അടിച്ചേൽപ്പിക്കൽ തങ്ങൾ ഒരു നിലയ്ക്കും അംഗീകരിക്കില്ല എന്ന് ഇറാനിലെ പരമോന്നത ആത്മീയ നേതാവ് ആയത്തുല്ല അലി ഖാംനവി കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയിരുന്നു. അതോടൊപ്പം തന്നെ ഇറാനിലെ ഭരണകൂടവും വളരെ ശക്തമായി തന്നെ ഈ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. കാരണം തങ്ങളുടെ പരമാധികാര രാജ്യത്തിന്റെ അവകാശമാണ് ആണവരംഗത്തുള്ള, അതും സമാധാനപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ആണവ പരീക്ഷണങ്ങളും ആണവ സംവിധാനങ്ങളും പ്രയോജനപ്പെടുത്താനുള്ള തങ്ങളുടെ മൗലികമായിട്ടുള്ള ഒരു അവകാശങ്ങൾ അത് അടിയറ വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. അതേസമയം ഒരു നയതന്ത്ര പ്രശ്നപരിഹാര ചർച്ചകളോട് തങ്ങൾക്ക് എതിർപ്പില്ല എന്നറിയിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഘട്ടത്തിൽ പോലും വൻശക്തി രാജ്യങ്ങൾ വിളിച്ചു ചേർത്ത യോഗത്തിൽ പങ്കെടുക്കാൻ ഇറാൻ വിദേശകാര്യമന്ത്രി തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നിപ്പം ആ ചർച്ച വളരെ നിർണായകമാണ്. കാരണം അതിൽ ഇറാന് മുമ്പാകെ ഇത്തരം നിർദ്ദേശം വെക്കുമ്പോൾ ഇന്നൊരു തീരുമാനമുണ്ടാവുകയില്ല. തീർച്ചയായിട്ടും അവിടെ നിന്ന് മടങ്ങുന്ന ഇറാൻ വിദേശകാര്യമന്ത്രി ആയത്തുല്ല അലി ഖാംനയിക്ക് മുമ്പാകെ ഈ നിർദ്ദേശം മുന്നോട്ട് വെക്കും. ആത്യന്തികമായിട്ട് ഇതിലൊരു തീരുമാനം കൈക്കൊള്ളാൻ പോകുന്നത് ഇറാനിലെ പരമോന്നത ആത്മീയ നേതാവായിട്ടുള്ള ആയത്തുല്ല അലി ഖാംനയി തന്നെയായിരിക്കും. അതേസമയം തന്നെയാണ് ഖാംനയിയെ വധിക്കാനുള്ള ഒരു സന്ദർഭം തങ്ങൾ പാഴാക്കുകയില്ല. അതുമാത്രമല്ല, അദ്ദേഹം ഉൾപ്പെടെയുള്ള ആർക്കും ഒരു ഇമ്മ്യൂണിറ്റിയും നൽകിയിട്ടില്ല എന്ന് ഇസ്രായേൽ സൈനിക നേതൃത്വം ഇന്നലെ വ്യക്തമാക്കിയ ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. അത്തരമൊരു ഘട്ടത്തിൽ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു അനുരഞ്ജന സാധ്യത വളരെ വിരളമാണ്. പക്ഷേ അമേരിക്ക 2 ആഴ്ചത്തെ സമയം കൊടുത്തത് ഒരുപക്ഷെ ഈ 2 ആഴ്ചക്കുള്ളിൽ അമേരിക്കക്ക് ഒരു സൈനിക നടപടിക്ക് മുമ്പേ കുറെ മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഈ മേഖലയിലെ സൈനികർ അവരുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടതുണ്ട്. ഇസ്രായേലുമായിട്ട് ചില കൂടിയാലോചനകൾ നടക്കേണ്ടതുണ്ട്. കൂടുതൽ ആയുധങ്ങൾ ഇസ്രായേലിൽ എത്തിക്കേണ്ടതുണ്ട്. അതിനുള്ള ഒരു സാവകാശം എന്ന നിലക്ക് കൂടിയാണോ ട്രംപ് ഭരണകൂടം ഈ 2 ആഴ്ചക്കാലത്തെ സമയം അനുവദിച്ചതെന്ന ഒരു ചർച്ച കൂടി അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും മറ്റും വരുന്നുണ്ട്. കാരണം എന്തായാലും ഈ 2 ആഴ്ച സമയം എടുത്തുകൊണ്ടായിരിക്കും അതൊരു സമയം ഇറാന് നൽകുകയാണ്. അത് ഏറ്റവും വലിയ അവസാനത്തെ ഒരു അവസരമാണ്. അത് ഇറാൻ പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ ഇറാന് ഈ നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ ഭീഷണിയില്ല. അതല്ല എങ്കിൽ ഫോർദോയിലും അതോടൊപ്പം തന്നെ നദാൻസ്, ഈ 2 പ്രധാനപ്പെട്ട ആണവ കേന്ദ്രങ്ങളിൽ ബങ്കർ ബസ്റ്റർ ബോംബുകളും മറ്റും ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം നടത്താൻ തങ്ങൾ ഒരുങ്ങുമെന്ന ഒരു മുന്നറിയിപ്പ് തന്നെയാണ് ഇപ്പോൾ ട്രംപ് ഭരണകൂടം നൽകിക്കൊണ്ടിരിക്കുന്നത്. സ്റ്റീവ് വിറ്റ്കോഫ് ഇന്നത്തെ
മീറ്റിംഗിൽ പങ്കെടുക്കുമോ എന്ന കാര്യം വ്യക്തമല്ല. പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികളുമായി ബന്ധപ്പെട്ട് സ്റ്റീവ് വിറ്റ്കോഫ് ആണ് ഇറാൻ നേതൃത്വവുമായിട്ട് ഇപ്പോൾ ചർച്ചകൾ അനൗപചാരിക സ്വഭാവത്തിലും മറ്റും തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ യോഗത്തിൽ അമേരിക്കയുടെ പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് പങ്കെടുക്കാൻ സാധ്യതയില്ല എന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒറ്റ ചോയ്സിലേക്ക് ചുരുങ്ങുകയാണ്. ഈ ആണവ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകണോ, അതല്ല അമേരിക്കയുടെയും വൻശക്തി രാജ്യങ്ങളുടെയും ശക്തമായിട്ടുള്ള ഇപ്പോൾ ഇസ്രായേൽ തുടരുന്ന ആക്രമണത്തിന് അവരുടെ പങ്കാളിത്തം കൂടി വരുന്ന ഒരു സാഹചര്യം വേണമോ എന്ന ഒരു ചോദ്യത്തിലേക്ക് ഇറാൻ ചുരുങ്ങുന്നു എന്നാണ് ഏറ്റവും അവസാനമായിട്ട് നമുക്ക് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ. അതിൽ